ഖതീബുമാരായ ഉസ്താദുമാർക്ക് ജംഇയ്യത്തുൽ ഖുത്ബാ എന്ന് പറയുന്ന സംഘടന, യുവാക്കൾക്ക് സുന്നി യുവജന സംഘം എന്ന് പറയുന്ന എസ്വിഎസ്, അതിനും താഴെ ഏറ്റവും താഴെ കിടയിലുള്ളവർക്ക് മദ്രസ തലങ്ങളിൽ നിന്ന് സുന്നി ബാലവേദി അഥവാ SKSD, അത് കഴിഞ്ഞ് മദ്രസയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ SKSSF എന്ന് പറയുന്ന സംഘടന. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ആശയവും ആദർശവും എല്ലാ നിലക്കും അരക്കിട്ടുറപ്പിച്ച് ജനസമൂഹങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഹെഡ് ഓഫീസാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്നത്. ഈ ആദർശ വിശുദ്ധി ഒരു നൂറ്റാണ്ടായി നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് പലരും രംഗപ്രവേശനം നടത്തി, അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാതെ അത് വിദഗ്ധത്തിന്റെ ആളുകളാണെങ്കിലും പലവിധ ത്വരീഖത്തിന്റെ ആളുകളാണെങ്കിലും പലരും പല നിലക്കും കച്ചകെട്ടി ഇറങ്ങി ഈ ജംഇയ്യത്തുൽ ഉലമക്ക് നേരെ വാളോങ്ങിക്കൊണ്ടിരുന്നു. വാളോങ്ങിയവരൊക്കെ പരാജയത്തിന്റെ കൈപ്പിനെ രസിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്ന് പറഞ്ഞത് എന്താണോ അതേ ആദർശത്തിലും അതേ ആശയത്തിലും അതേ നിലപാടിലും ഉറച്ചു നിന്നുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ 100ാം വാർഷികം കാസർഗോഡ് വെച്ച് നടക്കുമ്പോ നമ്മളൊക്കെ അതിൽ സജീവമായി പങ്കാളിത്തം വഹിക്കണം. അതിൽ നിന്ന് കടകവിരുദ്ധമായി പോകുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ എത്തിപ്പെടുന്ന സന്ദേഹം അത് ജഹന്നം എന്ന നരകമാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. എന്താണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്? നിങ്ങളിലേക്ക് ഒരു റസൂൽ വന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ വന്നതിനെ സംബന്ധിച്ച് പറയുകയാണ്. അതിനാണ് ഞാൻ ഇത്ര നേരം ഇതൊക്കെ പറഞ്ഞത്. ഹബീബായ മുത്തനബി മക്കത്തുൽ മുകറമയിൽ ദീനീ ദഅവ പ്രബോധന രംഗത്ത് വളരെ നിറസാന്നിധ്യമായി നിൽക്കുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ കരങ്ങളിലേക്ക് സഹാബത്ത് മുഖേന എത്തിയിട്ടുണ്ട്. ആ സഹാബത്താണ് ദീൻ പരിചയപ്പെടുത്തി തന്നത്. ആ സഹാബത്താണ് ഈമാൻ കാര്യങ്ങൾ വിശദീകരിച്ചു തന്നത്. ആ സഹാബത്തിൽ നിന്നാണ് നമ്മുടെ ദീനീ ഉലമകൾ കരകരമാക്കിയിട്ടുള്ളത്. എന്നാൽ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, വമൻ യുശാഖിഖി റസൂൽ, അവസാനത്തെ പ്രവാചകന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്ന ടൈമുകളിലും ആ പ്രവാചകന്റെ എതിരായ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ എതിരായ വിഭാഗം ആളുകൾ ആരൊക്കെയാണ്? നമുക്ക് പരിചയമുള്ള ആളുകളെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. അവർ പലവിധ പേരുകളിൽ ഇവിടെ വന്നിട്ടുണ്ട്. ത്വരീഖത്തിന്റെ പേരുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഇസങ്ങളിലായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഭാഗക്കാരും പാർട്ടികളും സംഘടനകളുമായി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ യഥാർത്ഥമായ ദീനീ ദഅവാരംഗത്തിലുള്ള പരിശുദ്ധമായ മാർഗം അഥവാ സന്മാർഗം നിങ്ങളിലേക്ക് എത്തിപ്പെട്ടു. അങ്ങനെ എത്തിപ്പെട്ടിട്ടും ഒരുപാട് എല്ലാ വിശ്വാസികളും അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ നിലക്കും പിന്തുടർന്നു പോരുന്ന ആ വഴിയിൽ നിന്ന് മറ്റൊരു വഴി സ്വീകരിച്ച ആളുകൾ അവരെ അവരുടെ പാട്ടിനെ വിട്ടേക്ക്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്കെത്തി. ഒരു സന്മാർഗത്തിന്റെ വാതിലുകളൊക്കെ അവർക്ക് മുമ്പ് തുറന്നു കൊടുത്തു. പക്ഷേ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ മുഅ്മിനീങ്ങൾ എല്ലാ നിലക്കും അനുഷ്ഠിച്ചു പോകുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുപോയി വന്നവരെ കൂട്ടാണെങ്കിൽ അവരുടെ പാട്ടിന് വിട്ടേക്കുക. സാധാരണ നമ്മുടെ കാരണവന്മാർ പറയുന്നത് പോലെ
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥമായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിയുടെ എല്ലാ നിലക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് കടകവിരുദ്ധമായി മറ്റൊരു രൂപത്തിലൂടെ പോകുന്ന ആളുകളെ അവർ സൂക്ഷിക്കണം. അവരുടെ പോക്കും അവരുടെ റൂട്ടും ക്ലിയർ എന്നുള്ളതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ആദർശ ഭദ്രത എന്നുള്ളത് നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ കാണിച്ചു തന്നതാണ്. നമ്മൾ ആ പണ്ഡിതന്മാരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുക എന്നുള്ള ദൗത്യമാണ് നോക്കുന്നത്. നമ്മൾ സാധാരണക്കാരായ ആളുകൾ നമുക്ക് എന്താണ് അറിയുന്നത്? പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് അവസാന വാക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അന്ന് ഈ വിരഹത്തിനെ എതിർക്കാൻ വേണ്ടി നിന്നിരുന്ന സമസ്ത കേരള ജനതയാണ്. അതിൽ യാതൊരു സംശയവും യാതൊരു തർക്കവും ആർക്കുമില്ല. ഇപ്പോഴത്തെ കാലത്ത് ഒന്നും കൂടി അത് ശോഭിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഭൗതികമായ ഒരു കാര്യം എന്നാൽ പോലും സമസ്തയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നു എന്ന് ഒപ്പിയെടുക്കാൻ സർവ്വ കേരള കണ്ണുകളും ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റിനെതിരെയാണ്. ആ പ്രസിഡന്റ് എന്ന് പറയുന്നു അതനുസരിച്ചാണ് ഭൗതികമായ കാര്യങ്ങൾക്ക് പോലും വില കൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലെ സാഹചര്യം. എന്തുകൊണ്ട് നമ്മൾ ഈ ഹദീസിലൂടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പടച്ച തമ്പുരാൻ മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തുള്ള ജിബ്രീലിനോട് പറയും, ഇന്നാലിന്റെ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് മലക്കുകളോട് മുഴുവനും ആ മനുഷ്യനെ ഇഷ്ടപ്പെടാൻ പറയണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ വിളിച്ചു പറയും. അങ്ങനെ അവർ പരസ്പരം ഇഷ്ടപ്പെടും, ഞങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അവസാനം ആ ഇഷ്ടപ്പെട്ട മനുഷ്യന്റെ ഈ ഭൂമിലോകത്തിൽ സ്വീകാര്യത വരുമെന്ന് സമസ്തയുടെ അമരത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കിടാണ്. ഒരു സയ്യിദാണ്, ഒരു ആലിമാണ്, നിറഞ്ഞ ആലിമാണ്. നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു ആലിമാണ്. ആ ആലിമിനെ പിന്തുടർന്നുകൊണ്ട് അവർ നമുക്ക് എന്ത് നിർദ്ദേശം നൽകുന്നുവോ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ അതിൽ ഭിന്നിച്ചു പോയി കഴിഞ്ഞാൽ നാട് ഫസാദാകും. സംശയം, നാട് ഫസാദാകും. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ ഓതി വെച്ച ഹദീസ്. എന്റെ ഉമ്മത്തിലെ രണ്ട് വിഭാഗം ആളുകൾ, അവർ നന്നായാൽ, ആ രണ്ട് വിഭാഗം നന്നായാൽ എല്ലാ ജനങ്ങളും നന്നാകുമെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി. അടിവരയണം പ്രിയപ്പെട്ടവരെ. അവരെങ്ങാനും മോശമായി കഴിഞ്ഞാൽ, ഈ രണ്ട് വിഭാഗത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗം മോശമായി കഴിഞ്ഞാൽ എല്ലാവരും മോശമാകുമെന്ന് സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ സർവ്വസാധാരണക്കാരായ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പണ്ഡിത പ്രസ്ഥാനം നിലനിൽക്കുമ്പോ എല്ലാ കാര്യങ്ങളിലും തീർത്തു കൽപ്പിക്കാൻ അവരുണ്ടായിരിക്കുമ്പോ അവരുടെ വാക്കിന് നമ്മൾ എല്ലാവർക്കുമുള്ള അംഗീകാരം നൽകുകയും അത് നമ്മുടെ നാടുകളിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്, നമ്മുടെ മദ്രസകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചുവല്ലോ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളൊക്കെ ദീനിയുടെ ചിന്തയിൽ വളർന്നവരണമെന്ന പരിശുദ്ധമായ ശരീരത്തിന്റെ ദീനിയോടുകൾ പഠിച്ചുകൊണ്ട് അവർ യഥാവിധം സമുദായത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന മക്കളാകണമെന്നുള്ള നിലയിലാണ് ഈ കാണുന്ന കഠിനാധ്വാനങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്തു പോരുന്നത്. നമ്മുടെ ഈ ദ്വീപിൽ പോലും, ചത്തനാഥ ദ്വീപിൽ പോലും എത്രയോ പഴക്കം ചെന്ന പള്ളിവിനാരങ്ങളുണ്ട്, പള്ളികളുണ്ട്. ആ പള്ളികളെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ സർവ്വമായ ഇബാദത്തുകളും ചെയ്തു പോരുന്നുണ്ട്. അതെല്ലാം സ്വഹീഹാകാൻ വേണ്ടി ഇനിയുള്ള തലമുറയും യുക്തിയോടും ഭദ്രതയോടും കൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ മതസ്ഥാപനങ്ങളെ കെട്ടിപ്പടുത്തുയർത്തിയത്. ആ മതസ്ഥാപനങ്ങളിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഏറ്റവും വലിയ കേരളത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു പണ്ഡിത സഭയുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് ആ കൂട്ടായ്മയുടെ പിന്നിൽ
സർവമാന കാര്യങ്ങളും എല്ലാവരോടും വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് ഹജ്ജിന് പുറപ്പെടുന്ന ഒരു സാഹചര്യം ഞാൻ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ആ ഒരു സ്നേഹസമ്പന്നമായ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ആ നിലക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് പോയിക്കൊണ്ട് കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ അസുഖബാധിതനാണ്. അവിടെ വെച്ചുകൊണ്ട് മക്കയിൽ വെച്ചുകൊണ്ട് വിശുദ്ധമായ കഅബയിൽ വെച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് അസുഖബാധിതനായി ബഹുമാനപ്പെട്ടവർ മത്താഫിലൂടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഒരു ദിവസം ബാങ്ക് വിളിക്കുകയാണ്. ബാങ്ക് വിളിക്കുമ്പോൾ മത്താഫിലെ തവാഫ് നിർത്തിക്കൊണ്ട് എല്ലാവരും ജമാഅത്ത് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോ അതാ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂടെയുള്ളവരോടൊപ്പം സ്വഫ് കെട്ടി നിൽക്കുകയാണ്. കൂടെയുള്ളവരോടൊപ്പം സ്വഫ് കെട്ടി നിൽക്കുമ്പോ അടുത്തുള്ള ആളോട് പറയുകയാണ്, നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നാളെ നിൽക്കുന്ന ഹറമിന്റെ ഇമാമുണ്ടല്ലോ, ഇമാമിന്റെ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു, ആ തങ്ങൾ എന്റെ പിന്നിലായിരിക്കും നാളെ നിസ്കരിക്കുക എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഹജ്ജിന് പോകുന്നവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അതിൽ നിന്ന് തമാശ രൂപേണ ഒരാൾ പറയുകയാണ്, അല്ല തങ്ങളെ, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ കേരളത്തിൽ വലിയ മനുഷ്യനാണ്, ഞങ്ങൾക്കൊക്കെ ആത്മീയമായി പിന്തുടരാൻ പറ്റുന്നയാളാണ്, ഞങ്ങളുടെ നേതാവാണ്, ശരി തന്നെയാണ്. പക്ഷേ ഈ സഹോദരനെ വന്നുകൊണ്ട് അവിടുത്തെ ഇമാമിനെ പിന്നിലാക്കി നിസ്കരിക്കാൻ എങ്ങനെയാണ് അങ്ങേക്ക് സാധിക്കുക? അങ്ങ് തമാശ പറഞ്ഞതല്ലേ എന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളോട് പറഞ്ഞ സുഹൃത്തുക്കളിൽ നിന്ന് ചിലർ ചോദിക്കുമ്പോ, അല്ല അല്ല, നാളെ എന്റെ പിന്നിലാണ് അവിടുത്തെ ഇമാം, അഥവാ ഈ മക്കത്തുൽ മുകറമയിലെ ഹറമയിലെ ഇമാം നിസ്കരിക്കാൻ നിൽക്കുക എന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറയുന്നു. അവർ അവരുടെ നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞാൽ കാര്യം അവിടെ അവസാനിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ എന്നതിലേക്ക് ഞാൻ ഈ ചരിത്ര സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിനാണ്. അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിത പ്രസ്ഥാനമായ പണ്ഡിതന്മാരോട് ചേർന്ന് നിൽക്കുകയാണ്. അവരെന്താണോ പറഞ്ഞത്, അവരെന്താണോ ആജ്ഞാപിച്ചത്, അതിൽ മുന്നോട്ടുള്ള ഒരു ഗമനം പിന്നെ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. പറഞ്ഞു വരട്ടെ പ്രിയപ്പെട്ടവരെ, അന്നത്തെ ദിവസം നമസ്കാരം കഴിഞ്ഞ് റൂമിലേക്ക് പോയി ബഹുമാനപ്പെട്ട തങ്ങൾക്കതാ ക്ഷീണം അനുഭവിക്കുകയാണ്. ആ ക്ഷീണം മൂർച്ഛിച്ച് വന്നുകൊണ്ട് ഹജ്ജിലായിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ ഇഹലോകവാസം പടിയുകയാണ്. അവിടുന്ന് മരണപ്പെട്ടതിന് ശേഷം പിറ്റത്തെ വക്കത്തിന്റെ ടൈമാകുമ്പോ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ജനാസ കൊണ്ടുവന്നുകൊണ്ട് മക്കയിലെ ഇമാമ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് മയ്യത്ത് നമസ്കരിക്കുന്നതാണ് കൂടെ വന്നവർക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, മരണത്തിന് മുന്നിൽ കണ്ട് മരണത്തെ മുന്നിൽ കണ്ട് ഒരുങ്ങി തയ്യാറായി ഹജ്ജിന് പുറപ്പെട്ട ബാഫഖി തങ്ങളെ എങ്ങനെയായിരുന്നു സമസ്തയോട് അവർ ഒട്ടിച്ചേർന്നത്? എന്താണോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ ആദർശം നമുക്ക് പഠിപ്പിച്ചു തന്ന, ഈ വലിയ സന്ദേശം നമ്മളിലേക്ക് എത്തിച്ചു തന്ന, ഇവിടെ എത്ര വലിയ വിരുദ്ധക്കാർ കടന്നു വന്നാലും സമുദായത്തിന്റെ സമൂഹത്തിന്റെ ഈ മാനവന് ഭംഗം വരുത്താൻ പാടില്ല എന്ന
എത്തിച്ചവര് ഇന്നുമുണ്ടല്ലോ അവരുടെ പിന്തുടർച്ചക്കാർ. അതിന്റെ കീഴിൽ പരിശുദ്ധമായ ശരീരത്തിന്റെ കോട്ടം വരുന്ന ഒരു അഭിപ്രായ ഭിന്നത ഉടലെടുക്കുകയാണ്. അന്ന് MES കമ്മിറ്റിയിലെ ബഹുമാനപ്പെട്ട സ്ഥിരമായ അതിന്റെ മെമ്പറാണ്. ഈ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാബാജി തങ്ങളുടെ മെമ്പറായിരിക്കുമ്പോൾ തന്നെ ശരീരത്തിന് വിരുദ്ധമാകുന്ന രീതിയിൽ ചിലയിടങ്ങളിൽ നിന്നുള്ള അപശബ്ദങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് പുറത്തു വന്നപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഇടപെടുകയാണ്. ഇതിന് ഉമ്മത്ത് പോയി കൊടുക്കാൻ പറ്റൂല. ഇവരുടെ ശത്രുവിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം. കാരണം അത് പണ്ഡിത ധർമ്മമാണ്. മറ്റുള്ളതായ പ്രസ്ഥാനക്കാരുടെ എല്ലാ കാര്യങ്ങളും നിറഞ്ഞു പതുങ്ങി വരുമ്പോ തടയിടാൻ പണ്ഡിതന്മാർക്ക് സാധിച്ചില്ല. പ്രത്യേകിച്ച് വിജയത്തെ കടന്നു വരുമ്പോ അവിടെ മൗനമായി വീക്ഷിച്ചുകൊണ്ട് പണ്ഡിതന്മാരിരുന്നാൽ ആ പണ്ഡിതന്മാരിലേക്ക് അല്ലാഹുവിന്റെ ശാപം ഇറങ്ങുമേ എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ മുന്നിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനം പറയുകയാണ്. ഈ MES-മായി സമസ്തക്ക് ബന്ധമില്ല. ഈ വിഷയമെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാബാജി തങ്ങൾ ചെയ്തത് ഇന്നലെ MES രൂപീകരിച്ച് അതിന്റെ കമ്മിറ്റിയിൽ സ്ഥിര മെമ്പറായിരുന്ന MES-ന്റെ മെമ്പറായ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാബാജി തങ്ങളെ ആ സ്ഥാനം രാജിവെച്ച് പുറത്തു പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമുക്ക് നൽകുന്ന മെസ്സേജ് പണ്ഡിതന്മാർ എന്ന് പറയുന്നവോ ആലിമീങ്ങൾ എന്ന് പറയുന്നവോ പ്രത്യേകിച്ച് ശരീരത്തിന്റെ കാര്യത്തിൽ അവരെന്ത് തീരുമാനമെടുക്കുന്നവോ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നവോ അത് അംഗീകരിക്കാൻ നമ്മുടെ ബാധ്യസ്ഥരാണ്. നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം സമസ്തയ്ക്ക് ഇവിടെ വേറെ ലക്ഷ്യമില്ല. ഈ സമസ്തയുടെ ഇവിടെ പറയുന്ന സംഘടന കൊണ്ട് പണം സ്വരൂപിക്കാൻ ലക്ഷ്യമല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ നിലനിർത്തിക്കൊണ്ട് അവരെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് സമസ്തയുടെ ലക്ഷ്യമല്ല. സമസ്തയ്ക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ അടിസ്ഥാനമായി ഊന്നിക്കൊണ്ടാണ് സമസ്തയുടെ പ്രവർത്തനം. ആ സമസ്ത തന്നെയാണ് നമ്മുടെ എല്ലാവർക്കും ഉള്ള നേതാവ്. നമ്മുടെ സർവമാന കെട്ടിടങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ മനസ്ഥാനങ്ങൾ, അറബി കോളേജുകൾ, യതീംഖാനകൾ, സമന്വയ വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനങ്ങൾ എല്ലാം നടത്തിക്കോരുന്നത് സമസ്തയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡും ജംഇയ്യത്തുൽ ഉലമയും നേതൃത്വം നൽകി വരുന്ന മദ്രസയാണ് നമ്മുടെ മദ്രസ. എന്റെ നാട്ടിലെ മദ്രസ 10,000-ലേറെ വരുന്ന മദ്രസകൾ. ആ മദ്രസകൾക്കോ ഈ കോളേജുകൾക്കോ അതിന്റെ അറബി കോളേജുകൾക്കോ അതിന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കോ പ്രത്യേകമായ നിയമാവലികളുണ്ട്. അതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും അംഗീകരിക്കലാണ്. അത് അംഗീകരിക്കുമ്പോഴാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാബാജി തങ്ങളെ പോലെയുള്ള അതുപോലെ തന്നെ അന്നത്തെ ഉമറാക്കൾ വലിയ വലിയ മഹത്തുക്കളായ ആളുകളെ പോലെയുള്ളവർ നമുക്ക് കാണിച്ച മാതൃക പിൻപറ്റി നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ എന്തിനാണ് നമ്മുടെ മദ്രസ അവരെ ഏൽപ്പിച്ചത്? അവരെ ഏൽപ്പിച്ചത് എന്ന് വെച്ചാൽ അതിന് കാരണങ്ങളുണ്ട്. കാരണം അതൊരു പണ്ഡിത സഭയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കാലഘട്ടത്തിലെ പണ്ഡിതന്മാരാണ്. അത് 1-2 പണ്ഡിതന്മാരല്ല, അല്ലെങ്കിൽ 3
അതാണ് ഇത്രകാലം ഉണ്ടായിരുന്ന സമ്പ്രദായം. ഇത്രകാലം ഇപ്പൊ അവസാനമായി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ്. ആരായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ്? ആരെങ്കിലും കണ്ടവരുണ്ടോ ഈ സദസ്സിൽ? അത്തിപ്പറ്റ ഉസ്താദിനെ കണ്ട ആരെങ്കിലും ഈ സദസ്സിൽ കണ്ടുകൊണ്ട്? അതേപോലെ വേറെ ആരെങ്കിലും അത്തിപ്പറ്റ ഉസ്താദിനെ നേരിൽ കണ്ടവരോ അവിടുത്തെ വീട് പോയി സന്ദർശിക്കുകയോ അവിടെ പോയി കാണുകയോ അല്ലെങ്കിൽ ഒരു നേരം അദ്ദേഹവുമായി സഹവസിക്കുകയോ ചെയ്തവരാരെങ്കിലും? ഇന്ന് ഈ കാലയളവിൽ മുത്തബിഉ സുന്ന എന്ന് പറയാൻ പറ്റുന്ന ഒരു മഹാപണ്ഡിതനും സൂഫി വര്യനുമായിരുന്നു ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്. അൽഹംദുലില്ലാഹ് അവരുടെ നിർദ്ദേശമനുസരിച്ചൊക്കെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അത്തിപ്പറ്റ ഉസ്താദെ പലതവണ സന്ദർശിക്കാൻ ഇടവരികയും പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നമ്മളവിടുത്തെ ആ വിനയത്തോടുകൂടിയുള്ള പെരുമാറ്റം, മുത്തബിഉ സുന്നത്ത് അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മഹാനാണ്. ഒരു സദസ്സിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക പോലും ഒരൊറ്റ പ്ലേറ്റിൽ നിന്ന് 4 പേർ ഇരുന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഇരുന്നുകൊണ്ട് അതിൽ നിന്ന് കഴിക്കുക. താനിരിക്കുന്ന ജനലിന്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന് ചീനി പൊതിയിൽ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റിൽ നിന്ന് ഒരു നുറുക്കെടുത്തുകൊണ്ട് തന്റെ ജനലിന്റെ പിന്നിലേക്ക് തലയുടെ പിന്നിലൂടെ കൈയിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ടാവാം. അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അതിനെ ആ വഴി ഉറുമ്പുകൾ പോകുന്നത് അവർക്കുള്ള ഭക്ഷണമായി ഞാൻ കൊടുക്കുകയാണെന്ന് പറയുന്ന മഹാ പണ്ഡിതനായി ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്. രോഗിയായി കിടക്കുമ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശം വന്നു, നിങ്ങളുടെ താടി രോഗം ഒന്ന് കളയണം, അത് നിങ്ങളുടെ രോഗത്തെ വല്ലാതെ അലട്ടുന്ന പ്രശ്നമാണ്. എന്റെ ഹബീബിന്റെ സുന്നത്ത് കളഞ്ഞുകൊണ്ട് എനിക്കൊരു രോഗശമനം വേണ്ട എന്നുള്ള കുറച്ച് തീരുമാനത്തിൽ കളയാൻ കൂട്ടാക്കി. അവസാനം ഒരു ഭാഗമെങ്കിലും കളഞ്ഞു തരണമെന്ന് നിർബന്ധ ബുദ്ധി പറഞ്ഞപ്പോൾ കുറച്ച് മാത്രം എടുക്കാനുള്ള സമ്മതം കൊടുത്ത ആ മഹാപണ്ഡിതനും സമസ്തയോടൊപ്പം ഓരോ ചേർന്നുകൊണ്ട് ഒട്ടിച്ചേർന്ന് നിന്നു എന്നുള്ളതാണ് ചരിത്ര പശ്ചാത്തലം. മഹാന്റെ സംഭവത്തിൽ കാണാം, ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന് ഒരു കൂട്ടം ആളുകൾ വന്നുകൊണ്ട് ഒരു പരിപാടി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പറയുന്നത് എന്തിനാണല്ലോ, നമ്മളെക്കാൾ ഏറ്റവും വലിയ മഹാപണ്ഡിതന്മാരായ സൂഫി വര്യന്മാരായ ആളുകൾ പോലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാടെടുത്തതിനെ കുറിച്ച് ചോദ്യം ചെയ്യുകയോ അതിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, അത്തിപ്പറ്റ ഉസ്താദിനെ ഒരു പരിപാടിക്ക് ഒരു കൂട്ടം ആളുകൾ വന്നുകൊണ്ട് ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ കാര്യത്തില് അവരോട് പറഞ്ഞു, നിങ്ങളുടെ പരിപാടിക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ എത്താമെന്നുള്ള വാക്യം കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വന്ന ആളുകൾ സമസ്തമാക്കി നിർത്തപ്പെട്ട ത്വരീഖത്തിന്റെ ആളുകളായിരുന്നു. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനെ അതിനെ കുറിച്ച് അറിയുകയില്ല. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെന്നോ അല്ലെങ്കിൽ എന്താണ് സമസ്ത ഇവരെ മാറ്റി നിർത്താനുള്ള കാരണമെന്നോ അത്തിപ്പറ്റ ഉസ്താദിനെ അറിയൂല. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മുസ്ലിയാർ അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളെ അനുസരിച്ചുകൊണ്ട് അവർക്ക് ഡേറ്റ് കൊടുത്തു വരാമെന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞ് ഏൽക്കുകയും ചെയ്യുകയാണ്. പിന്നെയാണ് സമസ്തയുടെ ആളുകൾ വന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾ വന്നുകൊണ്ട് പറഞ്ഞത്, ഉസ്താദിന്റെ പരിപാടി അത് സമസ്തയ്ക്ക് എതിരെയുള്ള പരിപാടിയാണ്. അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനം മാറ്റി നിർത്തപ്പെട്ട ആളുകളുടെ പരിപാടിയാണ്. അതുകൊണ്ട് ഉസ്താദ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ആ കൂട്ടർ രണ്ടാമത് അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുത്ത് വന്ന വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഉസ്താദിനെ വീണ്ടും ക്ഷണിക്കാൻ വരികയാണ്. അപ്പോൾ അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ പരിപാടിക്ക് എനിക്ക് വരാൻ സാധിക്കുകയില്ല, നിങ്ങളുടെ പരിപാടിക്ക് ഞാൻ പങ്കെടുക്കുകയില്ല. എന്തേ ഉസ്താദേ നിങ്ങൾ വരാത്തത്?
വരൂല. തിരിച്ച് ഉസ്താദിനോട് അവർ ചോദിക്കുന്നു, ഉസ്താദേ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞ മറുപടിയുണ്ട്, അതിന്റെ കാരണം എനിക്ക് അന്വേഷിക്കേണ്ടതില്ല. കാരണം സമസ്തയെടുത്ത തീരുമാനത്തിന്റെ കാരണം അന്വേഷിക്കേണ്ടതാണ്, അത് കാരണം അന്വേഷിക്കേണ്ടതില്ല.